ഓക്കെ. സോ നമുക്ക് ബാക്കിയും കൂടെ പ്രോപ്പർട്ടീസും കൂടെ നോക്കാം. ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തു സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സിന്റെ ബൗണ്ടഡ് സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സിന്റെ സ്പെക്ട്രം റിയൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ആൻഡ് ഓൾസോ വി പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ലൈയിങ് ഇൻ ദിസ് ഇന്റർവെൽ എന്നും പ്രൂവ് ചെയ്തു. ഇനിയും ചെറുതാക്കാൻ പറ്റുന്നുള്ള ചോദ്യത്തിന് അത് പറ്റില്ല എന്നുള്ളതാണ് കാര്യം. ഐ ഷോ ദാറ്റ് ആക്ച്വലി ഈ സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും ഇതിന്റെ സ്പെക്ട്രൽ വാല്യൂസ് തന്നെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് മീൻസ് ഇനിയും ഇതിനെ ചെറുതാക്കാൻ പറ്റില്ല, ഇത്രയും നമുക്ക് കോമ്പാക്ട് ആക്കാൻ പറ്റുള്ളൂ. സോ ഐ ഷോ ഐദർ എം എലമെന്റ് ഓഫ് യുവർ സിഗ്മ ടി ഓർ സ്മോൾ എലമെന്റ് ഓഫ് യുവർ സിഗ്മ ടി. ഓക്കെ, സോ അപ്പോൾ അതിലും ചെറുതാക്കാൻ നമുക്ക് പറ്റില്ല. ഏതെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി. ഐ ഇൻ പർട്ടിക്കുലർ പ്രൂവ് ദാറ്റ് എം എലമെന്റ് ഓഫ് സിഗ്മ ടി. ഇതാണ് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഓൾസോ ഐം അസ്യൂമിങ് ദാറ്റ് യുവർ എമ്മും ക്യാപിറ്റൽ എമ്മും ഗ്രേറ്റർ ആർ ഈക്വൽ ടു സീറോ എന്ന് അസ്യൂം ചെയ്യാണ്. കാര്യം എളുപ്പമാണ്. കാര്യം വെച്ചാൽ നമുക്ക് സ്പെക്ട്രൽ മാപ്പിംഗ് തിയറി അറിയാലോ. സ്പെക്ട്രൽ മാപ്പിംഗ് തിയറി പറയുന്നത് വെച്ചാൽ ടിയുടെ സ്പെക്ട്രൽ വാല്യൂസ് ഉണ്ടെങ്കിൽ ഏത് പോളിനോമിയൽ എടുത്തിട്ടുണ്ടെങ്കിൽ പി ഓഫ് ടിയുടെ സ്പെക്ട്രൽ വാല്യൂസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആക്ച്വലി പി ഓഫ് സിഗ്മ ടി ആയിരിക്കും. സോ യു ക്യാൻ കൺസിഡർ ഇപ്പം ടി ഇപ്പം എം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ വാല്യൂ മൈനസ് കെ ആണെന്ന് വിചാരിച്ചു. യു കൺസിഡർ ടി പ്ലസ് കെ ആയി. ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക്കലി എം പ്ലസ് കെ വരും, അത് പോസിറ്റീവ് ആയിക്കോളും. സോ യു ക്യാൻ മേക്ക്, സോ ദിസ് വിൽ ആക്ച്വലി യുവർ സ്പെക്ട്രൽ വാല്യൂ വിൽ ബി സിഗ്മ ടി പ്ലസ് കെ വരും. സോ ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. സോ ഐ എം അസ്യൂമിങ് ദാറ്റ് യുവർ എം ആൻഡ് ക്യാപിറ്റൽ എം ഈസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു സീറോ. അതെന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ആ സുപ്രീമം ഓഫ് മോഡ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ബൈ അസംഷൻ സീറോ ലെസ് ദാർ ഈക്വൽ ടു സ്മോൾ എം ലെസ് ദാർ ഈക്വൽ ടു ക്യാപിറ്റൽ എം. സോ നൗ യു ഹാവ് യുവർ നോം ഓഫ് ടി ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് inner product txx where your norm x is equal to 1. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ മോഡലസ് വെച്ച് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഐ എം ജസ്റ്റ് ട്രൈങ് ടു ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, സോ ഐ നൗ ഷോ ദാറ്റ് യുവർ എം എലമെന്റ് ഓഫ് യുവർ സ്പെക്ട്രം എന്നുള്ളത് കാണിക്കാൻ പോകാം. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സോ ദിസ് ഇസ് ആക്ച്വലി യുവർ എം. ഇതിനാണ് എം ഡിഫൈൻഡ് ആക്കിയിരിക്കുന്നത്. ഓക്കെ, നോ ബൈ ഡെഫിനേഷൻ ഓഫ് ദ സുപ്രീമം ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഷോ ദാറ്റ് എം ഡസ് നോട്ട് ലൈ ഇൻ ദ റിസോൾവൻറ്റ് സെറ്റ്. സോ എം റിസോൾവൻറ്റ് സെറ്റിൽ കിടക്കണമെങ്കിൽ വേറെ കണ്ടീഷൻ, റിഫൈനഡ് കണ്ടീഷൻ പഠിച്ച ഓർമ്മയുണ്ടെങ്കിൽ ടി ലാംഡ എക്സ്, ലാംഡ ബിലോങ്സ് ടു റിസോൾവൻറ്റ് സെറ്റ് ആണെങ്കിൽ ടി ലാംഡ എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ഈക്വൽ ടു സം സി ഇൻറ്റു നോം എക്സ് ഫോർ ഓൾ എക്സ് ആൻഡ് സം സി ഗ്രേറ്റർ ആൻഡ് സീറോ. എന്നാണ് നമ്മൾ പഠിച്ചിട്ടൊരു കണ്ടീഷൻ. അപ്പം ഞാൻ ഇവിടെ കാണിക്കുമ്പോൾ അങ്ങനെ ഒരിക്കലും എമ്മിൻ്റെ കേസിൽ, അതായത് ഇപ്പം എമ്മിൻ്റെ കേസിൽ അതായത് ടി എം എക്സ് എടുത്തു കഴിഞ്ഞാൽ ഐ ഷോ ദാറ്റ് ടി എം എക്സ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു സി ഇൻറ്റു നോം എക്സ് ഫോർ ഓൾ എക്സ് ആൻഡ് ഫോർ സം സി ഗ്രേറ്റർ ആൻഡ് സീറോ. ഇത് സംഭവിക്കില്ല എന്നുള്ളത് ഞാൻ കാണിക്കാം. ഇത് ഐ ഹാവ് ടു ഷോ ദിസ് ഡസ് നോട്ട് ഹോൾഡ്. ഇത് ഇല്ല എന്നുള്ളത് കാണിച്ചാൽ മതി. അപ്പം ദാറ്റ് മീൻസ് ഇറ്റ് വിൽ നോട്ട് ലൈ ഇൻ ദ റിസോൾവൻറ്റ് സെറ്റ് ആൻഡ് ഹെൻസ് ദിസ് വിൽ ബി ദ സ്പെക്ട്രം. അല്ലെങ്കിൽ ഞാൻ കാണിക്കും ദിസ് യുവർ നോം ഓഫ് യുവർ ടി എം എക്സ് ഗോസ് ടു സീറോ എന്ന് കാണിക്കും. ഇപ്പം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കനോട്ട് മേക്ക് ഇറ്റ്. ഇത് ഇങ്ങനൊരു സാധനം വരാം. ഇപ്പോൾ നോം എക്സ് ഈസ് ഈക്വൽ ടു 1, ദിസ് ഗോസ് ടു സീറോ, ദിസ് മീൻസ് ദാറ്റ് നോം ടി എം എക്സ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു സി എന്ന് വരും. സോ ദാറ്റ് മീൻസ് ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല കാര്യം സിൻസ് ദിസ് ഗോസ് ടു സീറോ. സോ ദാറ്റ് ഇസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഐ വിൽ പ്രൂവ് ദാറ്റ് ദിസ് ക്വാണ്ടിറ്റി ഈസ് ഗോയിങ് ടു സീറോ. ഓക്കെ, സോ ടി എം എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ടി മൈനസ് എം ഐ ഇൻറ്റു എക്സ് ആണ്. അതൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, സോ നൗ വിൽ കം ടു ദാറ്റ്. സോ വാട്ട് ഈസ് യുവർ എം? യുവർ എം ഈസ് ആക്ച്വലി ഈക്വൽ ടു സുപ്രീമം ഓഫ് txx where your norm x is equal to 1. Okay, now by definition of the supremum, suppose I take m minus delta n എടുത്തു വിചാരിച്ചു. So if I take m minus delta n, that where your delta n is a small quantity which goes to small quantity which is greater or equal to greater than 0 and which goes to 0. Okay, so ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. So this cannot be the supremum. So I can find a sequence xn such that norm xn is equal to 1. Okay, and we can find sequence such that norm xn is equal to 1 and your txn comma xn will be equal to your txn comma xn will be equal to m minus delta n. ഓക്കെ, സോ ബേസിക്കലി ഇത് സുപ്രീമോ ആയതുകൊണ്ട് ഇതിനേക്കാൾ ചെറിയ നമ്പറിന് സുപ്രീമോ ആവാൻ സാധിക്കില്ല. സോ ഐ ക്യാൻ ഇപ്പം ഇതിനേക്കാൾ ചെറിയ നമ്പർ എടുക്കുവാണെങ്കിൽ ആ നോമുള്ള സാധനങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഐ ക്യാൻ ഫൈൻഡ് എ സീക്വൻസ് എക്സ് എൻ സച്ച് ദാറ്റ് നോം എക്സ് എൻ ഈസ് ഈക്വൽ ടു 1 ആൻഡ് യുവർ ടി എക്സ് എൻ എക്സ് ഈസ് ഈക്വൽ ടു ദിസ് എം മൈനസ് ഡെൽറ്റ എൻ, അല്ലെങ്കിൽ ഗ്രേറ്റർ ഈക്വൽ ടു ദിസ് എം മൈനസ് ഡെൽറ്റ എൻ, അങ്ങനെ ആയാലും മതി, ഏതാണ്ട് കുഴപ്പമില്ല. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, സോ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, നൗ യുവർ നോം ഓഫ് ടി എക്സ് എൻ will anyway be less than or equal to norm of t into norm of xn or your norm of t എന്ന് പറഞ്ഞാൽ m ആണ്, m into norm of xn. ഈ ഒരു റിസൾട്ടും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, now let us now I'll show this goes to 0. This for this xn I'll show that
your tmx, norm of tmxn goes to 0. For that, I'll compute norm of txn minus mxn. Okay, I'll take square so that I can compute the inner product. So that is actually equal to txn minus mxn, comma txn minus mxn. If you take the inner product, what will you get? This is actually equal to, expand here, txn takes on norm of txn square ഉണ്ടാവും മൈനസ് m into txn ഉണ്ടാവും, again m into txn ഉണ്ടാവും. So that is actually m scalar ആണ്. So basically you will have mxn, txn ഉണ്ടാവും, അതുപോലെ തന്നെ മൈനസ് txn, mxn ഉണ്ടാവും, txn, mxn ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും, പ്ലസ് എം സ്ക്വയർ നോം ഓഫ് എക്സ് എൻ സ്ക്വയർ ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ് ഈസ് ആക്ച്വലി നോം ഓഫ് ടി എക്സ് എൻ സ്ക്വയർ എന്ന് പറയുമ്പം ആക്ച്വലി എം മൈനസ് ഡെൽറ്റ എൻ ആണ്. സോ ദാറ്റ് ഇസ് എനിവേ norm of tx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ norm of tx will come to that. So this is anyway less than or equal to norm x less than or equal to 1 ആയതുകൊണ്ട് this is always will be less than or equal to norm t ആയിരിക്കും. So that is less than or equal to norm m square ആയിരിക്കും. കാര്യം നോം ടി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോം ടി എക്സ് എന്ന് പറഞ്ഞാൽ നോം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീമം ഓഫ് ഓൾ നോം എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. സോ ദിസ് ടി എക്സ് എന്ന് പറഞ്ഞാൽ നോം എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. സോ എനിവേ ഇറ്റ് വിൽ ബി ലെസ് ആർ ഈക്വൽ ടു ദ നോം ആയിരിക്കും. സോ ലെസ് ആർ ഈക്വൽ ടു എം സ്ക്വയർ. ഇനി എം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ യു ഹാവ് മൈനസ് എം ഇൻറ്റു ഇവിടെ എക്സ് എൻ ടു ടി എക്സ് എന്ന് വരും, അപ്പുറത്ത് ടി എക്സ് എൻ എക്സ് എൻ വരും. പക്ഷേ ടി സെൽഫ് അഡ്ജോയിൻ്റ് ആയിട്ട് രണ്ടും സെയിം ആണ്. സോ യു ക്യാൻ കൺസിഡർ ദം ആസ് ടുഗെദർ. സോ ദറ്റ് ഇസ് ആക്ച്വലി യുവർ ഇന്നർ പ്രോഡക്റ്റ് ടി എക്സ് എൻ എക്സ് എൻ ആയിരിക്കും. രണ്ടിടത്തുള്ളത് 2m വരും, പ്ലസ് യുവർ എം സ്ക്വയർ. ഡെൽറ്റ എക്സ് നോം എക്സ് എൻ സ്ക്വയർ എഴുതേണ്ട കാര്യം, നോം എക്സ് എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് 1 ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആക്ച്വലി സോ ഇവിടം വരെ കിട്ടും. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഞാൻ ഇവിടെ എഴുതുന്നേ. സോ ദാറ്റ് ഈസ് ആക്ച്വലി എന്തൊരു 2m സ്ക്വയർ ഉണ്ടാവും അല്ലേ, 2m സ്ക്വയർ ഉണ്ടാവും. ഓക്കെ, ടി എക്സ് എൻ എക്സ് എൻ എന്താണെന്ന് വെച്ചാൽ എം മൈനസ് ഡെൽറ്റ എൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. സോ മൈനസ് 2m ഇൻറ്റു എം മൈനസ് ഡെൽറ്റ എൻ വരും. സോ മൈനസ് 2m സ്ക്വയർ വെട്ടി പോകും. സോ യു ഹാവ് 2m delta n. So txn minus mx square is less than or equal to 2m delta n ആണ്. m fixed ആണ്, delta n goes to 0 ആണ്. That means this quantity goes to 0. So since this goes to 0, your tmxn goes to 0. So you cannot find some c such that c into norm xn, this tmxn. So ഇങ്ങനെ വന്നുകൊണ്ടെന്ന് സംഭവിക്കും, you cannot, since this goes to 0, you cannot find a c such that tm of xn is greater than or equal to c into norm xn. Okay, why? Because this anyway goes to 0. Norm xn 1 ആണെങ്കിൽ that means this is strictly പോസിറ്റീവ് ആയിട്ട് ഒരിക്കലും സംഭവിക്കില്ല. കാര്യം you cannot find a c, this will not work. നിങ്ങൾ ഏത് എക്സ് എടുത്തു കഴിഞ്ഞാൽ you can normalize it and make it as norm 1 ആയിട്ട് എടുക്കാം. So you can have this will be strict is equal to less than equal to greater than equal to c ആയിരിക്കും, which is strictly greater than 0 വരും. ഇതൊരിക്കലും സംഭവിക്കില്ല. കാര്യം എന്താ, your tmxn should go to 0 ആണ്. So you cannot find such a c. That means your m cannot belong to the resolvent set. That means your m belongs to the spectrum. Okay, so that means എന്താണ് നിങ്ങളുടെ ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഇന്റർവെലിന്റെ ബൗണ്ട്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ എമ്മിന് ക്യാപിറ്റൽ എമ്മിക്ക് ഇടയ്ക്കായിരിക്കും. പക്ഷേ ഇനി കുറയ്ക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്ട്രം ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു സ്മോൾ എം ക്യാപിറ്റൽ എം എന്നല്ല ഞാൻ പറയണേ. പക്ഷേ സ്പെക്ട്രൽ സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും എന്തായാലും സ്പെക്ട്രൽ വാല്യൂസ് ആയിരിക്കും. സോ യു ക്യാനോട്ട് റെഡ്യൂസ് ദ ബൗണ്ട് ഫോർ ദ സ്പെക്ട്രം. ഓക്കെ, ആ സ്പെക്ട്രം ചിലപ്പോൾ ഫുൾ ഇൻ്റർവൽ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചിങ്ങനെ സാധനങ്ങളായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഈ സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മും എന്തായാലും ഉണ്ടായിരിക്കും. സോ ഇനിയും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല സ്പെക്ട്രം. സോ ആദ്യം നമ്മൾ ഫുൾ കോംപ്ലക്സ് പ്ലെയിൻ റെഡ്യൂസ് ചെയ്ത് റിയൽ ലൈൻ ആക്കി, റിയൽ ലൈൻ നമ്മൾ റെഡ്യൂസ് ചെയ്ത് സ്മോൾ എം ക്യാപിറ്റൽ എം എന്ന് പറയുന്ന ഇൻ്റർവൽ ആക്കി. അതിൽ നിന്ന് ഇനിയും കൂടുതൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും ഇൻഫർമേഷനാണ് നമുക്ക് നിലവിലുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദിസ് റിസൾട്ട്. Okay, the final result in this section, that is for a bounded self-adjoint operator, I will show that the residual spectrum is also empty. Okay, this is the final result. Residual spectrum is empty. This is the final result in the self-adjoint operator section. Okay, so same setting തന്നെയാണ്. T from H to H bounded self-adjoint operator ആണ്. Air H is Hilbert space. I will show that the residual spectrum is also empty. ഓക്കെ, അപ്പോൾ അതിൽ എം ടി അല്ല എന്ന് വിചാരിക്കുന്നത്. റെസിഡ്യൂവൽ സ്പെക്ട്രം എന്ന് പറയുന്നത് സിഗ്മ ആർ ഓഫ് ടി നോട്ട് ഈക്വൽ ടു 5 ആണെന്ന് വിചാരിക്കുക. സപ്പോസ് യുവർ ലാംഡ എലമെന്റ് ഓഫ് ദിസ് സിഗ്മ ആർ ഓഫ് ടി. റെസിഡ്യൂവൽ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങളുടെ ടി ലാംഡ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, അത് ബൗണ്ടഡ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഡൊമൈൻ ഡെൻസ് ആയിരിക്കില്ല. ഇറ്റ്സ് ഡൊമൈൻ മേ നോട്ട് ബി ഡെൻസ്. ഓക്കെ, അങ്ങനെയാണെന്ന് വിചാരിക്കുക. സോ റെസിഡ്യൂവൽ സ്പെക്ട്രം എം ടി അല്ലാന്ന് വിചാരിക്കുക. സോ ദാറ്റ് മീൻസ് ടി ലാംഡ ഉണ്ടാവും, ടി ലാംഡ ഇൻവേഴ്സ് ബൗണ്ടഡ് ആണ്.
but T lambda and a domain or T lambda inverse domain is not dense. So that means you can find and you can find some non-zero y in H. So dense you can find a non-zero y in H such that y is orthogonal to your domain of T lambda inverse. ഓക്കെ, സോ ഡൊമൈൻ ടെൻസ് ആണെങ്കിൽ ഡൊമൈൻ ടെൻസ് ആയിരുന്നെങ്കിൽ ഇതിനോട് ഓർത്തോണൽ ആയിട്ടുള്ള ഏത് ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക് സീറോ ആയേ പറ്റുള്ളൂ. ഡൊമൈൻ ടെൻസ് അല്ലാത്തതുകൊണ്ട് ഓർത്തോണൽ ആയിട്ടുള്ള എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ദർ വിൽ ബി സം ഓർത്തോഗണൽ എലമെന്റ് വിച്ച് ഈസ് നോൺ സീറോ ആൻഡ് വിച്ച് ഈസ് ഓർത്തോഗണൽ ടു ദിസ് ഡൊമൈൻ. ഓക്കെ, സോ ഡെൻസ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ കണ്ടീഷൻ വന്നാൽ ഓട്ടോമാറ്റിക്കലി വൈ സീറോ എന്ന് വരും. ഡെൻസ് അല്ല എന്നുള്ള അസംഷൻ. സോ ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക്കലി ദിസ് ഹാപ്പൻ വൈ ഈസ് ഓർത്തോഗണൽ ടു d of T lambda inverse. Okay, so what does this mean? So this means that you have inner product of, so domain of T lambda inverse എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തുവാ? ഈ ടി ലാംഡ ഈ ഡൊമൈനിൽ കിടക്കുന്ന സാധനം എന്താ? ടി ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ചിൽ നിന്ന് എച്ചിലേക്കുള്ള സാധനമാണ്. സോ ഈ ടി ലാംഡ ഇൻവേഴ്സ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ടി ലാംഡയുടെ ഇമേജ് സെറ്റ് ആണ്. സോ ബേസിക്കലി ടി ലാംഡ എക്സുകളാണ് ഈ കിടക്കുന്നത്. സോ ഇവന്മാരുടെ ഡൊമൈൻ സെറ്റ്. സോ ഇതാണ് ഇവന്മാരുടെ ഡൊമൈനിൽ കിടക്കുന്നതൊക്കെ ടി ലാംഡ എക്സുകളാണ്. സോ ദിസ് മീൻസ് ദാറ്റ് യുവർ ടി ലാംഡ എക്സ് വൈ ഈസ് ഈക്വൽ ടു സീറോ വേർ യുവർ വൈ ഈസ് നോൺ സീറോ. ഇങ്ങനത്തെ ആണ് കണ്ടീഷൻ കിട്ടുക. ഓക്കെ, സോ യു ഹാവ് ടി ലാംഡ എക്സ് വൈ ഈസ് ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് ഇൻ എച്ച്. ഓക്കെ, സോ ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും ടി ലാംഡ എക്സ് ഉണ്ടാവും. ടി ലാംഡ എക്സ് നേരെ പോകുന്നത് ഇതിൻ്റെ ഡൊമൈനിലേക്ക് പോകും. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് എക്സ് എച്ച് ഉണ്ടാവും. ഏത് എച്ച് എടുത്തു കഴിഞ്ഞാൽ എന്താവും? ടി ലാംഡ എക്സ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവന്മാരായിരിക്കും നമ്മുടെ മറ്റേ ഡൊമൈൻ ആയിട്ട് വരിക. സോ ദിസ് മീൻസ് ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എച്ച്. ഓക്കെ, ബിക്കോസ് ടി ലാംഡ എക്സ് ഡിഫൈൻ ഫോർ എവറി എച്ച് ആണ്. സോ ഏത് എക്സ് എടുത്തു കഴിഞ്ഞാൽ ടി ലാംഡ എക്സ് ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി ടി ലാംഡ എക്സ് ഇതിൻ്റെ ഡൊമൈനിൽ വന്നു കയറും. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. Okay, so this is so okay, now automatically you know that lambda so let us try to expand this. What will you get? You'll have t minus lambda I into x comma y varum. So you have the t x comma y minus lambda x comma y varum. Lambda real ആണ് because this is spectral value. So you have x t y. Okay, x t y minus x lambda. ഞാൻ ആ കോർഡിനേറ്റ്സ് ചേഞ്ച് ചെയ്തു. സോ ബേസിക്കലി ദിസ് മീൻസ് ദാറ്റ് എന്താ പറയുക, എക്സ് മൈനസ് എക്സ് കോമ ഇപ്പോൾ ടി മൈനസ് ടി വൈ മൈനസ് ലാംഡ വരും. എക്സ് കോമ ടി ലാംഡ വൈ ഈസ് ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് എന്ന് കിട്ടും. അതായത് ഇതിനെ ഞാനിപ്പോൾ ചേഞ്ച് ചെയ്ത് എക്സ് സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ പോലെ തന്നെയാണ് ബൈ എക്സ്പാൻഡിങ്. ഓക്കെ, ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എച്ച്. Okay, so this means that ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊള്ളാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? സോ യു ഹാവ് എക്സ് ടി ലാംഡ വൈ ഈസ് ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എച്ച്. ഇൻ പർട്ടിക്കുലർ സോ ഈ ടി ലാംഡ വൈയും ഒക്കെ എച്ചിലുള്ള സാധനങ്ങളാണ്. സോ ഇൻ പർട്ടിക്കുലർ ഈ ടി ലാംഡ വൈ എടുത്തു കഴിഞ്ഞാലും ഇറ്റ് ഈസ് അഗെയിൻ ഇൻ ദ എച്ച് ആണ്. സോ ബേസിക്കലി you have for t lambda y also this is true. So that means that t lambda y is equal to 0 because this result is true for all x element of h, and t lambda y എന്ന് പറയുന്നത് again എച്ചിലുള്ള എലമെന്റ് തന്നെയാണ്. So this is also true for t lambda y also. So you have norm of t lambda y square is equal to 0, or in other words your t lambda y എന്ന് പറഞ്ഞാൽ 0 വരും. Okay, but what is your t lambda y definition പ്രകാരം ഇരുന്നത്? It is ty minus lambda y varum. You are getting this is equal to 0. So what does this mean? This means y is not equal to 0 and you have ty minus lambda y is equal to 0. That means y is the eigenvalue, and sigma e of t. Y is the eigenvalue. So basically this means your lambda is the eigenvalue. Well, eigenvalue in the condition. But we have seen that that eigenvalues and residual spectrums are entirely distinct. So we have reached a contradiction now, because if you have a non-zero residual, when you have a residual value, non-empty residual set, that means automatically that element will become an eigenvalue, which is a contradiction because spectrum എന്ന് പറഞ്ഞാൽ disjoint ആണ്. Eigenvalues separate ആണ്, continuous spectrum separate ആണ്, residual spectrum separate ആണ്. So if you take a residual value, you are getting that it's automatically becomes an eigenvalue. This is a contradiction. Hence എന്ത് പറയാൻ പറ്റും? Hence ഈ contradiction ഉണ്ടാകാൻ കാര്യം എന്താ? You assume that the residual spectrum was non-empty. Hence the residual spectrum is empty. Okay, so this ends the self adjoint operators section. Okay, thank you.